യു സൈഡ് മെറ്റബോളിക് ഡിസോർഡർ ആണ് ഡയബറ്റീസ്. അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം എന്നല്ലാതെ വേറൊരു പേരും കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്, സ്ലോ പോയ്സൺ. കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഡയബറ്റീസിൻ്റെ ഓൺസെറ്റിൽ ഒരാൾക്ക് ഉണ്ടാവില്ല, അതുകൊണ്ട് അത് വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു സ്ലോ പോയ്സൺ ആവണം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് പറയാം. ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷനൊക്കെ സ്റ്റഡീസ് നടത്തുമല്ലോ പ്രിവലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ത്യയിലെ പ്രിവലൻസ് ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് അവർ കണ്ടുപിടിച്ച സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദ പേഷ്യൻസ് ആർ അൺഅവെയർ ഓഫ് ദ ഡയബറ്റീസ്. അതായത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും ഡയബറ്റീസ് നേരത്തെ ഉണ്ടാവാം, കണ്ടുപിടിക്കപ്പെടുന്നില്ല. നമ്മൾ സ്ക്രീൻ ചെയ്തില്ലേ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഷുഗേഴ്സ് നമുക്കൊരു 70ക്ക് താഴെ പോകുമ്പോഴോ അല്ലെങ്കിൽ മേ ബി 300-400 മുകളിൽ പോകുമ്പോഴോ മാത്രമേ ചിലപ്പോൾ സിംറ്റംസ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് യാതൊരു സിംറ്റംസും ഉണ്ടാവില്ല. രണ്ടാമത്തെ ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെ പലരും അത് അക്സെപ്റ്റ് ചെയ്യാറില്ല. കാരണം പല പേഷ്യൻസും പറയും ഞാൻ 2022 ഡയഗ്നോസ് ചെയ്ത ഡയബറ്റീസ്, അന്ന് ചെയ്തപ്പോൾ HbA1c ഒരു 7 ഉണ്ടായിരുന്നു, ഫാസ്റ്റ് ഷുഗർ 140 ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് കൺസിഡർ ചെയ്തില്ല, കാരണം അത് ക്യാൻ ബി നോർമൽ. അതേ സാറിന് ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, ഞാൻ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ആളാണ്, പക്ഷേ എനിക്ക് ഷുഗർ വരാൻ സാധ്യതയില്ല, ഫാമിലി ഹിസ്റ്ററി ഇല്ല. ഞാൻ അത് നെഗ്ലക്ട് ചെയ്തു. ലാസ്റ്റ് ഞാൻ നോക്കുമ്പോഴേക്കും HbA1c 9 ആയി. അപ്പോൾ സംഭവിച്ചിരിക്കുന്ന 2022 മുതൽ 25 വരെ അൺകൺട്രോൾ ഡയബറ്റീസ് ഉണ്ട്. അത്രയും കാലമുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ പല പല ഡാമേജസും ഉണ്ടാക്കിയിട്ടുണ്ടാവും. പലരും ഈ ഡയബറ്റീസ് ഉണ്ടെന്നുള്ള ആക്സെപ്റ്റ് ചെയ്യാത്തതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, ഇത് എന്താണ് ഈ മരുന്ന് തുടങ്ങാത്തത്? സാർ അത് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് മനസ്സിലായില്ലേ? അപ്പം ഈ ഹൈ ഷുഗേഴ്സിൻ്റെ സൈഡ് എഫക്റ്റും നമ്മൾ കഴിക്കുന്ന മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് കമ്പയറബിളേ അല്ല. തെറ്റായ ധാരണയാണ് ശരിക്കും പറഞ്ഞാൽ ഡയബറ്റീസ് മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കിഡ്നി ഡാമേജ് വരും, ലിവർ ഡാമേജ് വരും എന്നൊക്കെയുള്ള. മരുന്ന് കഴിച്ചില്ലെങ്കിലാണ് അത് വരുന്നത്. കറക്റ്റാണ്, അത് ഷുഗർ കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ ഉള്ള പല ഡയബറ്റീസ് മെഡിസിൻസും കിഡ്നിക്കും ലിവറിനും ഹാർട്ടിനും ഒക്കെ പ്രൊട്ടക്ഷൻ തരുന്ന മരുന്നുകളാണ്. ഇത് നമ്മൾക്ക് വളരെയധികം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ യു ടേക്ക് എ പ്രോപ്പർ അഡ്വൈസ്. പിന്നെ ഇത് സ്ലോ പോയ്സണാന്ന് പറഞ്ഞല്ലോ. ഈ സ്ലോ പോയ്സൺ ആണെങ്കിൽ ഇതിങ്ങനെ ഹൈ ഷുഗേഴ്സ് നമ്മൾ കാലക്രമേണ പതുക്കെ നമ്മൾ ടിഷ്യൂസിനും ഓർഗൻസിനൊക്കെ ഡാമേജ് സംഭവിപ്പിക്കും. ഒരു ലെഗസി എഫക്റ്റ് എന്ന സംഭവം കൂടിയുണ്ട്. ഈ ലെഗസി എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഷുഗറുള്ള ആൾ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏർലി ഇൻ്റർവെൻഷൻ ആൻഡ് പ്രോപ്പർ കൺട്രോൾ, ആ പെട്ടെന്ന് ഷുഗർ കൺട്രോൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുഡ് എഫക്റ്റ് വിൽ ബി ലോങ് ലാസ്റ്റിംഗ്. പിന്നെ കുറേ കാലത്തേക്ക് അവരുടെ ഷുഗർ കൺട്രോൾ ആയിരിക്കും, ഒരു കോംപ്ലിക്കേഷൻ വരെയുള്ള സാധ്യത കുറവാണ്. ദിസ് ഇസ് കോൾഡ് ഗുഡ് ലെഗസി എഫക്റ്റ്. ഇതേപോലെ ബാഡ് ലെഗസി ഉണ്ട്. ഡയബറ്റീസിൻ്റെ ആൾ ഒരു 3-4 വർഷത്തെ കൺട്രോളേ ചെയ്യുന്നില്ല, പിന്നെ 4 വർഷം കഴിയുമ്പോൾ അവർ തീരുമാനിക്കും ഞാൻ നന്നായി കൺട്രോൾ ചെയ്യാൻ. ബുദ്ധിമുട്ടുമാണ്. അത് മാത്രമല്ല ഇത്രയും കാലത്തെ ഡാമേജ് വിൽ ബി ക്യാരിങ് ഓവർ. അതങ്ങനെയാണ് സ്റ്റഡീസ് കാണിക്കുന്നത്.